മുസ്ലിം ലീഗിന്റെ അടിയന്തര യോഗം പാണക്കാട് ആരംഭിച്ചു. മന്ത്രിമാർ അവഗണിക്കുന്നുവെന്ന പാർട്ടി നേതൃത്വത്തിന്റെ പരാതി ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, സ്റ്റാഫ് നിയമനവും അതുപോലെ തന്നെ PM ശ്രീയും ഒക്കെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകില്ലേ? ഐശ്വര്യ, തീർച്ചയായും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെയുള്ള പരാതികളാണ്. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ വ്യാപകമായി അണികളിൽ നിന്നും അതുപോലെ തന്നെ പോഷക സംഘടനകളിൽ നിന്നും ഒരു പരാതി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും തങ്ങളുടെ പാർട്ടി അണികളെ അല്ലെങ്കിൽ പോഷക സംഘടനാ നേതാക്കളെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ പെരുമാറുന്നത്. കോൺഗ്രസ് MLA-മാർ നൽകുന്ന പരിഗണന പോലും പലപ്പോഴും ലീഗ് മന്ത്രിമാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് MSF നേതൃത്വവും അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതൃത്വവും എല്ലാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലുകൾ ഉണ്ടാവണം എന്നാണ് അവർ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലുള്ളൊരു യോഗം ചായ സൽക്കാരം എന്നുള്ള പേരിൽ, മന്ത്രിമാർക്കുള്ള ചായ സൽക്കാരം എന്നുള്ള പേരിൽ പാണക്കാട് വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടി അണികൾക്കിടയിൽ, പ്രത്യേകിച്ച് MSF യൂത്ത് ലീഗ് നേതാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തങ്ങളോട് ആലോചിക്കുകയാണ് ഇത്തരത്തിൽ നിയമനം നടത്തിയത്, തങ്ങൾ കൊടുത്ത ഒരാളെ പോലും പരിഗണിച്ചില്ല. പലപ്പോഴും മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം കാര്യം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ് യൂത്ത് ലീഗ് നേതൃത്വം അതുപോലെ തന്നെ MSF നേതൃത്വം എല്ലാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. ഈ കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പാർട്ടി അണികളെ അവഗണിക്കാതെ അവരെ കൂടെ നിർത്തി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം ഇന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് പാർട്ടി നേതൃത്വം നൽകും. ഇക്കാര്യത്തിൽ അതുപോലെ തന്നെ PM ശ്രീ വിഷയത്തിലും അതുപോലെ തന്നെ മദ്യനയത്തിലെ നികുതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നിലപാടുകൾ എടുക്കാനും ഇന്നത്തെ യോഗത്തിൽ അക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയും മന്ത്രിമാരിൽ നിന്നൊരു പ്രാഥമിക ചർച്ച നടക്കും. അതിനുശേഷം നാളെ കോഴിക്കോട് ചേരുന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തുറന്ന ചർച്ചയും മറ്റും ഉണ്ടാവുക. ഇന്നത്തെ യോഗത്തിൽ മന്ത്രിമാരെ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയുടെ വികാരം മന്ത്രിമാരെ ധരിപ്പിക്കുക. ഒപ്പം തന്നെ മന്ത്രിമാർക്കും ഇക്കാര്യത്തിൽ പാർട്ടിയിൽ നിന്ന് ഉയരുന്ന അമിതമായുള്ള സമ്മർദ്ദത്തിൽ അവർക്ക് അമർഷമുണ്ട്. ഇക്കാര്യവും പാർട്ടി നേതൃത്വം പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇരു കൂട്ടർക്കും വലിയ കുഴപ്പമില്ലാതെ എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നത്. എന്തായാലും ലീഗ് അണികൾക്ക് ലീഗ് മന്ത്രിമാർക്ക് ഇന്നത്തെ യോഗത്തോടുകൂടി ഒരു കടിഞ്ഞാൻ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്.